ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ നല്ല ടേസ്റ്റായിട്ടും സോഫ്റ്റായിട്ടും കടയിൽ കിട്ടുന്ന അതേ രീതിക്കുള്ള നിലക്കടല വറുപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ നല്ല കാഞ്ഞു വന്നതും 2 കപ്പ് നിലക്കടല എടുത്തുക്കണം ഞാൻ. അതും ഇട്ടിട്ട് നല്ല അങ്ങോട്ട് വറുത്തെടുക്കുക. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. കടല ഒരു നല്ല സ്മെല്ല് വരുന്ന വരെ വറുത്തെടുക്കണേ. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നിക്കണു. ഇനി അടുപ്പാണ്ട് ഓഫാക്കാം. കടല നല്ലോണം ഒന്നാണ്ട് ചൂടാറിയതും തൊലിയൊക്കെ കളഞ്ഞതാ ഇതേപോലെ വൃത്തിയാക്കി എടുത്തുക്കണു. ഇനി ഇതിനെ മിക്സി ജാറിലിട്ടിട്ട് നല്ല അങ്ങോട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം ഒന്ന് അടിച്ചെടുത്തുക്കണേ. ഇനി ഇത് വിടാണ്ട് ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാവ അങ്ങോട്ട് കാച്ചിയെടുക്കണം. പാവ് കാച്ചാൻ പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തുക്കണേ. അതിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പാവ് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കുക. അടുപ്പ് സിമ്മിൽ വെക്കണേ. പാവ് നല്ലാണ്ട് തിളച്ച് വരുമ്പോഴത്തേനും അടുപ്പ് സിമ്മിൽ വെക്കണം. കടല ഇട്ട് കൊടുത്തു വിടുമ്പോൾ അടുപ്പ് ഓഫാക്കിയിട്ട് അതിലേക്ക് 2 സ്പൂണ് പാൽപ്പൊടിയും 1/2 സ്പൂണ് നെയ്യും ഇട്ടിട്ട് നല്ലാണ്ട് ഇളക്കിയിട്ട് കട്ടൊക്കെ അല്ലാണ്ട് നല്ലോണം കണ്ട് ഉടച്ചെടുക്കുക. ചൂടോളം ഉടച്ചു കൊടുക്കുമ്പോൾ നല്ലോണം കണ്ട് ഉടഞ്ഞു വരും. അതേപോലെ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്ത് നല്ലോണം എന്നിട്ട് തേച്ച് വിട്ടതിന് ശേഷം നമ്മൾ ആ കടലനെ അതിൽ കണ്ടിട്ടിട്ട് നല്ലോണം എടുത്ത് ചൂടാറാൻ വെക്കണം. നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണേ. ഇപ്പം കണ്ടില്ലേ, നമ്മൾ നല്ലൊന്ന് കുഴച്ചൊക്കെ എടുത്തുക്കണം. ഇനി ഇതിനെ ഒരു 3 ഭാഗമാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഒന്നൊന്ന് കളർ കൊടുക്കാനാണ് ഒരു ചന്തത്തിന് വേണ്ടിയിട്ട്. ഇനി അതിൽ ഒരു കട്ടിനെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ഭാഗത്തിന് എടുത്തിട്ട് കുറച്ച് മഞ്ഞ കളർ ഫുഡ് കളർ എടുത്തിട്ട് അതിൽ കണ്ട് ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് മാവിലേക്ക് കുറച്ച് റെഡ് കളറും കൂടി ഒഴിച്ച് നല്ലോണം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കളർ ചേർത്താത്ത ഉരുളെടുത്ത് വെച്ചതിന് കുറച്ചെടുത്ത് നല്ലോണം പരത്തിയിട്ട് ഇപ്പോൾ ദാ യെല്ലോ കളർ എടുത്തിട്ട് അതിലേക്ക് നടുവിൽ കണ്ട് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഇതേപോലെ ആ യെല്ലോ കളർ കുറച്ച് അവിടെ ഇവിടെയും കാണുമ്പോൾ കാണാനൊരു ചന്ത ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ച് റെഡിയാക്കി എടുക്കുക. ഇതേപോലെ ഇനി ഇതേപോലെ നമുക്ക് ആ റെഡ് കളറും കൂടി ശരിയാക്കി എടുക്കാം. അപ്പോൾ 2 റെഡിയാക്കി എടുത്തിക്കണേ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ട അളവിനുള്ള വട്ടത്തൊക്കെ ആക്കിയിട്ടാണ്ട് മുറിച്ചെടുക്കുക. അതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി മുറിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ചന്തത്തിന് ഞാനൊരു നടുവിലൊരു അണ്ടിപ്പരിപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം.